മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾക്ക് പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ. ഘടകകക്ഷികളോട് അഭിപ്രായം തേടുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തതെന്നും എം ഹസൻ ഡൽഹിയിൽ പറഞ്ഞു. ഹസന്റെ പ്രതികരണത്തിൽ മുസ്ലിം ലീഗിനും വി ഡി സതീശൻ പക്ഷത്തിനും അതൃപ്തിയുണ്ട്. അഭിപ്രായം പറഞ്ഞതിന് ആക്രമിക്കുന്ന രീതി ശരിയല്ലെന്നാണ് ലീഗിന്റെ നിലപാട്. 1995-ൽ എ കെ ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയത് ഘടകകക്ഷികളുടെ പിന്തുണ പരിഗണിച്ചാണെന്ന് സതീശൻ വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു. ആരും തടഞ്ഞിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ തടഞ്ഞതാണ്. അല്ലാതെ അവരോട് ആളുകളെ ചോദിക്കുന്നതാണോ തടയുന്നത്? ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കുമോ? മുഹമ്മദ് അസ്ലാം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അസ്ലാം, ഇതിപ്പോൾ ആദ്യമായല്ല ലീഗ് എടുത്ത നിലപാടിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത്. നേരത്തെ മാത്യു കുഴൽനാടൻ അടക്കം ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. എം ഹസനും അതേ വഴിക്കുള്ള പ്രതികരണങ്ങൾ തന്നെ നടത്തുമ്പോൾ ലീഗ് എങ്ങനെ പ്രതികരിക്കുന്നു? കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഒരു പ്രധാന തടസ്സം പ്രവർത്തകരുടെ വികാരത്തോടൊപ്പം തന്നെ പ്രധാനമായി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെയാണ്. ജനവികാരം വി ഡി സതീശന് അനുകൂലമാണെന്ന നിലപാട് നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗ്, ഹൈക്കമാൻഡിനെ അറിയിച്ച മുസ്ലിം ലീഗ് ആ നിലപാടിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ് ഒരുപക്ഷെ കെ സി പക്ഷത്തെ പ്രകോപിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ ഒരു നേതാവാണ് അഭിപ്രായം പറഞ്ഞത് ലക്ഷ്മണ രേഖ കടക്കരുതെന്ന്. അതിൽ ലീഗ് നേതൃത്വം അതിനോട് പ്രതികരിക്കാൻ പോയില്ല. കാരണം ഒരു താഴെ നിരയുള്ള ഒരു നേതാവായിരുന്നു. ഇപ്പോൾ മുൻ കെ പി സി അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോൾ പദവിയൊന്നുമില്ലെങ്കിൽ പോലും മുൻ കെ പി സി അധ്യക്ഷനായ മുതിർന്ന നേതാവായ എം ഹസനാണ് ഘടകകക്ഷികൾക്ക് ഇതിൽ റോളില്ല, ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ അതൃപ്തിയുണ്ട്. അതേസമയം തന്നെ ഇതിന് നേരിട്ട് പ്രതികരിച്ച് പ്രകോപനങ്ങൾ കൂടുതൽ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു നിലപാട് ലീഗിനുണ്ടെങ്കിൽ പോലും കടുത്ത അതൃപ്തി ലീഗിനുണ്ട്. കാരണം ഘടകകക്ഷി ഒരു മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ ഘട്ടത്തിൽ അതിനെ ഇങ്ങനെ നിരന്തരമായി വിമർശിക്കുന്നത് ശരിയല്ല, ശരിയായ രീതിയല്ല നിലപാട് ലീഗിനുണ്ട്. തക്ക സമയത്ത് അതിനുള്ള മറുപടി വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ക്യാമ്പിനും കടുത്ത അമർഷം ഇക്കാര്യത്തിലുണ്ട്. അവർ ഉന്നയിക്കുന്ന കാര്യം 1995-ൽ കെ കരുണാകരനെതിരെ എ കെ ആന്റണി കെ കരുണാകരനെ മാറ്റിക്കൊണ്ട് എ കെ ആന്റണിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോകുമ്പോൾ ആ സമയത്ത് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കെ കരുണാകരനായിരുന്നു. ആ ഘട്ടത്തിൽ എ ഗ്രൂപ്പാണ് ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഘടകകക്ഷികളുടെ തല എണ്ണിക്കൊണ്ട് അവസാനം എ കെ ആന്റണിയെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നത് എ ഗ്രൂപ്പാണ്. ആ എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എം ഹസൻ. അങ്ങനെ ഇരിക്കെ എം ഹസൻ ഇപ്പോൾ ഘടകകക്ഷികൾക്ക് അതിൽ റോളുമില്ല എന്ന് പറയുന്നത് തികച്ചും ധാർമ്മികമായി ശരിയല്ല. മാത്രമല്ല ചരിത്ര വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്. ഇപ്പോൾ കെ സി പക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത്തരമൊരു നിലപാട് പറയുന്നതാണെന്നൊരു ചരിത്ര വസ്തു കൂടി വി ഡി സതീശൻ ക്യാമ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ക്യാമ്പിനും കൃത്യമായി തന്നെ അമർഷവും അതോടൊപ്പം തന്നെ അതൃപ്തിയും എം ഹസന്റെ വാക്കുകൾക്കിടയിലുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ എന്തായാലും മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല. മാത്രമല്ല ഒരു നേതാവ് പറഞ്ഞത് ഇപ്പോൾ എന്തെങ്കിലും പദവിയുള്ള ഒരാളാണെങ്കിൽ മറുപടി പറയാം, അല്ലാത്തതിനിപ്പോൾ മറുപടി പറയാനില്ല എന്നാണ് ഒരു പ്രധാന നേതാവ്. ശരി, എന്തായാലും ലീഗിന് അതൃപ്തിയുണ്ട്. നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും ലീഗിന് ഹസന്റെ പ്രതികരണത്തിൽ അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകുന്നത്.